ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷുദിനാശംസകൾ. വിഷു നാളെയാണ്, പക്ഷേ ഞാൻ ഇന്ന് വീട്ടിൽ നമ്മൾ തലേദിവസമാണല്ലോ വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ ആ ഒരുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ കൃഷ്ണനെയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ തട്ട എടുത്തിട്ടുണ്ട്. തട്ടത്തിനുള്ളിലേക്ക് ഞാൻ മഞ്ഞമുണ്ട് മടക്കി ഇടുവാണ്. മഞ്ഞമുണ്ട് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ഒരു തട്ടത്തിൻ്റെ ഭാഗത്തിലേക്ക് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് കൃഷ്ണനെ ഞാൻ വെക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ആട്ടുതൊട്ടിലിരിക്കുന്ന ഭാഗമാണ്. ആട്ടുതൊട്ടിൽ ഒരു താഴെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ മുണ്ടിട്ടിട്ടാണ് ഇതിൻ്റെ പുറത്താണ് വെക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ വിളക്ക് കത്തിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐശ്വര്യമായിട്ട് തോന്നുന്നത് ഈ ഒരു സ്ഥലമാണ്. അത് കാരണം ഇവിടെ തന്നെയാണ് ഞാൻ വിഷുവിനും സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഞാനിപ്പോൾ കൃഷ്ണനെ ഇങ്ങനെ വെക്കാൻ പോകുന്നത്. ഈ തട്ടത്തിനുള്ളിൽ വെച്ച് ഇങ്ങനെ വെക്കുവാണ്. ഇവിടെ ഫിക്സ് ചെയ്ത് വയ്ക്കുവേ. ഇനി നമുക്ക് കൃഷ്ണനൊരു ഹാരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഹാരം ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരുളിക്കകത്തേക്ക് ചക്കയും കണിവെള്ളരിയും അതുപോലെ ചെറിയ മത്തനും കൂടെയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ കണി വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന മത്തൻ, അതും കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മാങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ. പഴുത്ത മാങ്ങയാണ്, അതുകൂടി വെച്ച് കൊടുത്തു. ഇനി ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രേപ്സ് ആണ് കേട്ടോ. കറുത്തതും വെള്ളയായിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഫ്രൂട്ട്സൊക്കെ. ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അത് കാരണമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. ഇതിൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളും കാണും കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കറിയുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വെജിറ്റബിൾസും കൂടി ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഉള്ളതുപോലെ എല്ലാം കിട്ടിയതനുസരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആപ്പിളും അതുപോലെ അനാറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുമൊക്കെ ഞാനിങ്ങനെ ഉരുളിയുടെ സൈഡിലും ഒക്കെ ആയിട്ട്, ഉരുളിക്കകത്ത് എല്ലാം കൂടി വെക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ വാട്ടർമെലനും ഒക്കെ വയ്ക്കുന്നുണ്ട് ഒരു സൈഡിലായിട്ട്. അത് കഴിഞ്ഞ് ഇത്തവണ കണിക്കൊന്ന വളരെ കുറച്ചേ കിട്ടിയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കണിക്കൊന്ന കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം എത്രത്തോളം കണിക്കൊന്ന വെച്ചിട്ട് അന്ന് ചെയ്തതെന്ന്. ഇന്നിപ്പോൾ വളരെ കുറച്ച് കണിക്കൊന്നേ ഉള്ളൂ. അത് കാരണമാണ് ഈ ഒരു ഇവിടെ ഒന്ന് ഒഴിഞ്ഞു കിടക്കുന്നത് പോലെ തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നിറയെ പൂക്കൾ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഞാൻ ഒരു പടല പഴവും കൂടി വയ്ക്കുവാണേ. പഴം വയ്ക്കുന്നു. ഇനി കുറച്ച് കണിക്കൊന്ന പൂക്കളും കൂടി അതിൻ്റെ മേലിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിറവറയിൽ വെക്കാനായിട്ട് നെല്ല് കിട്ടാത്തത് കാരണം ഞാനിപ്പോൾ അരിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അരി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൂടി ഒന്ന് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കും. ഇതുപോലെ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഗോൾഡൊക്കെ വയ്ക്കണം. അതുപോലെ മുണ്ട് വയ്ക്കാനുണ്ട്. അപ്പോൾ അത് കാണിച്ചു. ഇപ്പം ഞാനെല്ലാം ഒരുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നാളെ രാവിലെ വിഷു ദിവസം നമുക്ക് കണി കാണാനായിട്ട് വിളക്കിൽ തിരിയിട്ട് വിളക്ക് കത്തിക്കുക, അതിനുശേഷം കണി കാണുക. ഇത് മാത്രമാണ് ഇനി നാളെ നമുക്കുള്ള പരിപാടി. പിന്നെ ഇപ്പം ഞാനെല്ലാം വിളക്കിനുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കണി കാണാൻ വേണ്ടിയിട്ട് സ്വർണവും അതുപോലെ കാശും ഒക്കെ നമ്മൾ വയ്ക്കില്ലേ, അതും പട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ കാശും ഒക്കെ നമ്മൾ കണി കാണാനായിട്ട് വെക്കില്ലേ, അപ്പോൾ അതെല്ലാം ഞാൻ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ വിളക്ക് കത്തിക്കുക, കണി കാണുക. അതാണ് രാവിലെ ഉള്ള ഒരു പരിപാടി. അത് മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ കണി ഒരുക്കുന്നത്. സാധാരണ ഞാൻ കേരളത്തിൻ്റെ കാർഷികോത്സവം കൂടിയാണല്ലോ വിഷു. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കാർഷികോൽപ്പന്നങ്ങളും കൂടി കണി കാണാനായിട്ട് വെക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ രാവിലെ കാണുന്ന കണി എങ്ങനെയാണോ അതനുസരിച്ചാണ് അടുത്ത ഒരു വർഷം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വിഷുവിനെ കുറിച്ച് അറിയാമെന്നുള്ള ഒരു ചെറിയ കഥ കൂടി പറയാം. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. അതായത് മേടം 1 എന്ന് പറയുന്ന വിഷുദിനം എന്ന് പറയപ്പെടുന്നു. ആ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.